മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറും. ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് തഹാവൂർ റാണ നൽകിയ ഹർജി തള്ളി. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനാണ് തഹാവൂർ റാണ. വിവരങ്ങളുമായി അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കഴിഞ്ഞ മാർച്ച് 20-നാണ് തഹാവൂർ റാണ ഈ മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട പ്രതി തഹാവൂർ റാണ ഈ അമേരിക്കയുടെ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അതിൽ ആവശ്യപ്പെട്ടിരുന്നത് തന്നെ ഇന്ത്യക്ക് കൈമാറുന്നത് തടയണം. താൻ ഇന്ത്യയിൽ തന്നെ കൈമാറിക്കഴിഞ്ഞാൽ തന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, തനിക്ക് അധികകാലം ജീവിച്ചിരിക്കാൻ കഴിയില്ല, താൻ ക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു യുഎസിന്റെ സുപ്രീം കോടതിയിൽ ഈ ഒരു അപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ ഈ അപേക്ഷ പരിഗണിച്ചാണ് ഇപ്പോൾ യുഎസിന്റെ സുപ്രീം കോടതി ആ അപേക്ഷ തള്ളിയിരിക്കുന്നത്. അതായത് ഇന്ത്യക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ അപേക്ഷ തള്ളുമ്പോൾ സ്വാഭാവികമായും ഇനി ഈ തഹാവൂർ റാണയെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ യുഎസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് ഈ ഉത്തരവിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ട്രംപ് തന്നെ ഈ തഹാവൂർ റാണയെ കൈമാറ്റം നടത്തുമ്പോൾ ഇന്ത്യക്ക് കൈമാറും എന്നത് പ്രഖ്യാപിക്കുന്നത്. എന്തായാലും അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ആരംഭിച്ചതും അതിനെതിരെ തഹാവൂർ റാണ തന്നെ യുഎസ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. എന്തായാലും ആ ആവശ്യം ഇപ്പോൾ നിരസിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ യുഎസിന്റെ ഭാഗത്തുനിന്നും ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.